ഉണ്ടാവുക. ഈ സന്തോഷമുള്ളൊരു ജീവിതം വേണോ? ആദ്യം വേണ്ടത് സംതൃപ്തമായൊരു മനസ്സാണ്. അള്ളാഹു നൽകിയതിൽ തൃപ്തിപ്പെടാൻ നമുക്ക് കഴിയുന്നിടത്താണ് സന്തോഷമുള്ളൊരു ജീവിതം ഉണ്ടാവുക. എല്ലാവരും ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും. ആഗ്രഹിക്കാൻ കുഴപ്പമില്ല, പ്രയത്നിക്കാം, അതിനു വേണ്ടി കുഴപ്പമില്ല. പക്ഷെ നമുക്ക് ലഭ്യമാകുന്നത് എന്തോ അത് അള്ളാഹു നമുക്ക് വിധിച്ചതാണ്. അതിൽ തൃപ്തിപ്പെട്ട് ജീവിക്കാൻ ഒരു മനുഷ്യനെ കൊണ്ട് കഴിയുമ്പോഴാണ് സമാധാനം ഉണ്ടാവുക. അറബിയിലൊരു മൊഴിയുണ്ട്, അൽ ഖനാഅത്തു മിഫ്താഹുർ റാഹത്ത് എന്ന്. അൽ ഖനാഅത്തു മിഫ്താഹുർ റാഹത്ത്, സംതൃപ്തിയാണ് സമാധാനത്തിന്റെ താക്കോലെന്ന്. ഈ സന്തോഷവും സമാധാനവും ഉണ്ടാകണമെങ്കിൽ ലഭ്യമായതിൽ സന്തോഷിക്കുന്ന സംതൃപ്തിപ്പെടുന്ന ഒരു മനസ്സുണ്ടാകണമെന്നാണ് അറബിയിലൊരു മൊഴി. വലിയ ഗൗരവമുള്ളൊരു സന്ദേശമാണ് ആ വാക്കുകൾ ഉൾക്കൊള്ളുന്നത്. അതാ നമുക്ക് ഇന്ന് അന്യം നിൽക്കുന്നത്. നമുക്ക് ഏറ്റവും പ്രധാനമായി നമ്മുടെ ഒരു വെല്ലുവിളി കാലഘട്ടത്തിൽ നമുക്ക് മനഃശാന്തിയില്ല, സമാധാനമില്ല, അസ്വസ്ഥത പുകഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അതിന് ഒന്നാമത് നമുക്ക് വേണ്ടത് ഖനാഅത്താണ്. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാൻ കഴിയണം. ഈ ബാർലിയാണ് എൻ്റെ ആഹാരം, കാലുകളാണ് എൻ്റെ ചെരുപ്പുകൾ, പാദങ്ങളാണ് എൻ്റെ ചെരുപ്പ്, ചന്ദ്രനാണ് എൻ്റെ വിളക്ക്, പക്ഷേ ഈ ലോകത്ത് രാജാവിനെ പോലെയാണ് ഞാൻ ജീവിക്കുന്നത് എന്ന് ഇമാം ഷാഫി പറഞ്ഞൊരു വാക്കുണ്ട്. എനിക്കിതൊക്കെ ഉള്ളൂ. ബാർലിയ എൻ്റെ ആഹാരം, ഞാൻ വെളിച്ചം കാണുന്നത് ചന്ദ്രന്റെ നിലാവലകളിൽ നിന്നാണ്, എൻ്റെ കാൽ നഗ്നമാണ്, എന്നിരുന്നാലും ഇത് തന്നെയാണ് എൻ്റെ ചെരുപ്പ്, അങ്ങനെ ഞാൻ നടന്നു പോകുന്നത്. കഴുതയാണ് എൻ്റെ വാഹനം, അപ്പോഴും എനിക്ക് പരിഭവമില്ല, ഞാനിവിടെ രാജാവിനെ പോലെ വാഴുന്നു എന്ന്. ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞൊരു വാക്ക് ഇതിനോട് ചേർത്ത് വായിക്കാം. മൻ അസ്ബഹ മിൻകും ആമിനൻ ഫീ സുർബിഹി വമുആഫൻ ഫീ ജസദിഹി വലഹു ഖൂതു യൗമിഹി കഅന്നഹു ഹിസത ലഹു ദുനിയ ബിഹദാഫിരിഹാ എന്ന്. ഒരു മനുഷ്യൻ അവന്റെ കുടുംബത്തിൽ സമാധാനത്തോടെ നിരം പുലർന്നു, സമാധാനമുള്ളൊരു കുടുംബ ജീവിതാന്തരീക്ഷം ഉണ്ടായ ഒരു മനുഷ്യന് ആരോഗ്യമുള്ളൊരു ശരീരവുമുണ്ട്, അന്നേ ദിവസം കഴിക്കാൻ ആഹാരവും ഉണ്ടെങ്കിൽ അവൻ രാജാക്കന്മാരെ പോലെയാണെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. ഈ ദുനിയാവ് മുഴുവൻ അധികാരത്തിൽ വെക്കുന്ന ഒരു രാജാവിനെ പോലെ ജീവിക്കാനുള്ളത് അവന്റെ പക്കലുണ്ട്. അതവൻ തിരിച്ചറിയുന്നിടത്താണ് അവന് സമാധാനം ഉണ്ടാവുക. മറ്റുള്ളവരിലേക്ക് നോക്കിയിട്ട് പിന്നെയും മോഹങ്ങളും അതോടൊപ്പം തന്നെ സ്വപ്നങ്ങളും വെച്ചിട്ട് എല്ലാം വെട്ടിപ്പിടിക്കാൻ മനുഷ്യൻ വെപ്രാളം കാണിക്കുമ്പോൾ അവന് ദാരിദ്ര്യമേ ഉണ്ടാവുള്ളൂ. അത് മനസ്സിനെ കുടുസമാക്കും. അത് നമുക്ക് പ്രയത്നിക്കേണ്ട, പ്രവർത്തിക്കേണ്ടതല്ല, പക്ഷെ നമുക്ക് സംതൃപ്തി ഉണ്ടാകണം. പടച്ചവൻ നൽകിയത് ഇതേ എനിക്ക് വിധിച്ചിട്ടുള്ളൂ. ഉള്ളത് കൊണ്ട് ഒതുങ്ങി ഇനി ഒന്നിനും പോകാതെ സ്വപ്നങ്ങൾ വേണ്ട, നമുക്ക് ആഗ്രഹങ്ങൾ വേണ്ട, ഒന്നിനും വേണ്ടി ഇവിടെ പ്രയത്നിക്കേണ്ട, ഉള്ളതും കൊണ്ട് തൃപ്തിപ്പെട്ട ഒരു മൂലയ്ക്ക് സന്തോഷത്തോടെ കഴിയാം എന്നല്ല പറയുന്നത്. നിങ്ങൾ പ്രവർത്തിക്കണ്ട എന്നോ സ്വപ്നം കാണണ്ട എന്നോ അല്ല പറയുന്നത്. തടസ്സമില്ല, നിങ്ങൾ സ്വപ്നം കാണണം, ആഗ്രഹിക്കണം, ആഗ്രഹങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി ഹലാലായ മാർഗത്തിൽ പ്രയത്നിക്കണം, കഷ്ടപ്പെടണം, അധ്വാനിക്കണം, അതൊക്കെ അനുവദിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾ 1000 രൂപയ്ക്ക് വേണ്ടി അധ്വാനിക്കുന്ന ഒരു ദിവസം, ഇന്നൊരു 1000 രൂപ സമ്പാദിക്കാൻ വേണ്ടി എല്ലാ കോപ്പ് കൂട്ടി സജ്ജീകരണങ്ങൾ നടത്തി തലേ ദിവസം പ്ലാൻ ചെയ്ത് പദ്ധതിയൊക്കെ ഒരുക്കി നിങ്ങൾ ജോലിക്കിറങ്ങി. പക്ഷെ നിങ്ങൾക്ക് 500 രൂപ ഉണ്ടായുള്ളൂ. നിങ്ങൾക്ക് അന്ന് 500 രൂപ സമ്പാദിക്കാനേ കഴിഞ്ഞിട്ടുള്ളൂ എങ്കിൽ ഇത് ഹാദാമാ ഖദ്ദറല്ലാഹു ലനാ, ഇതാണ് എൻ്റെ റബ്ബിന്റെ തഖ്ദീർ, ഇതാണ് എൻ്റെ റബ്ബ് എനിക്ക് വിധിച്ചത്, ഇന്ന് ഇത്രേ പറഞ്ഞിട്ടുള്ളൂ എന്ന് അള്ളാഹു നൽകിയതിൽ തൃപ്തിപ്പെടാൻ ഒരു മനുഷ്യന് കഴിയുമ്പോൾ സമാധാനം ഉണ്ടാകും. അവൻ 500 രൂപയുടെ സമ്പന്നനാ, ഇല്ലെങ്കിലോ അതേ 500 രൂപയുടെ ദരിദ്രനാണ്. കിട്ടാതെ പോയ 500നെ കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ കിട്ടിയ 500 വില ഉണ്ടാവില്ല. അതാ ഏറ്റവും വലിയ പ്രശ്നം. മനുഷ്യൻ അള്ളാഹുവിനോട് നന്ദികേട് കാണിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്താണ്? കിട്ടിയ നിഅമത്തുകൾ തൃപ്തിപ്പെടാൻ കഴിയാതെ പോകുമ്പോഴാണ്. കിട്ടിയതിൽ തൃപ്തിപ്പെടാൻ കഴിയാതെ പോകുന്നു. ഇവിടെ മനുഷ്യന്റെ അവസ്ഥ ഇതാണ്. സംതൃപ്തി ഒരു മനുഷ്യന്റെ വയറ് നിറച്ചിട്ടില്ലെങ്കിൽ മണ്ണല്ലാതെ അവന്റെ വാ നിറക്കില്ല എന്ന്. സംതൃപ്തി നിറച്ചിട്ടില്ല എങ്കിൽ കോടിക്കണക്കിന് രൂപയുടെ ആസ്തിയുണ്ട്, 10ഓ 15ഓ തലമുറയ്ക്ക് ഇരുന്നുണ്ണാനുള്ള വിഭവങ്ങൾ സമ്പാദിച്ചു കൂട്ടിയിട്ടും മനുഷ്യനെ മണ്ണിന് പുറത്ത് മത്സരിക്കുമ്പോൾ പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയും ആരെപ്പറ്റിച്ചും പണം സ്വരുക്കൂട്ടാൻ വേണ്ടിയിട്ട് ചതിയുടെയും വഞ്ചനയുടെയും അഴിമതിയുടെയും ലോകത്തേക്ക് ഇവിടുത്തെ നേതാക്കന്മാർ പോലും ഇറങ്ങി വരുമ്പോ അതിന്റെ കാരണം എന്താണ്? നിറഞ്ഞിട്ടില്ല. അവന് ദാരിദ്ര്യമാണ്. അവൻ നോക്കുമ്പോൾ കോടീശ്വരനാ, പക്ഷെ ഇനിയും കോടികൾക്ക് വേണ്ടി കൊതിച്ചുകൊണ്ട് പാഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഒരു രാജാവും പരിവാരവും കൂടി അവരെ തൊട്ടടുത്ത പ്രദേശം കൂടി അധികാരത്തിലേക്ക് പെടുത്താൻ വേണ്ടി പുറപ്പെട്ടു. ഒരു രാജാവും പരിവാരവും അടുത്ത രാജ്യം കൂടി ആക്രമിച്ച് തന്റെ അധികാരത്തിന് കീഴിൽ കൊണ്ടുവരാൻ വേണ്ടി പുറപ്പെട്ട വഴിയിൽ ഒരു ആബിദായ മനുഷ്യൻ, വളരെ പരമദരിദ്രനായ, പടച്ചവനെ ആരാധിച്ചു മാത്രം ജീവിച്ചു പോകുന്ന ഒരു നിർധനനായ ഒരു മനുഷ്യനെ കണ്ടു. പോകുന്ന വഴിക്കൊരു പുണ്യം കൂടി ആയിക്കോട്ടെ എന്ന് ആ ദരിദ്രന്റെ മുമ്പിൽ അവരെന്ത് ചെയ്തു? കുതിരകളൊക്കെ നിർത്തിയിട്ട് ആ ദരിദ്രനോട് കൈനീട്ടി അടുത്ത് വിളിച്ചിട്ട് ഒരു കിഴി പണം കൊടുത്തു, ഇരിക്കട്ടെ എന്ന്. അയാൾ പറഞ്ഞു, അല്ല, എനിക്കിതിന്റെ ആവശ്യമില്ല, ഞാൻ ധന്യനാണ്.
അല്ല, നിങ്ങളെ കാണുമ്പോൾ തന്നെ ആയിക്കോട്ടെ, എനിക്ക് നിവൃത്തികേടുണ്ട്, ദാരിദ്ര്യമുണ്ട്, എന്നിരുന്നാൽ പോലും ഞാൻ എൻ്റെ ജീവിത പ്രശ്നങ്ങളെയും വലിയ പ്രശ്നമായി കാണുന്നില്ല. കഴിക്കാൻ ആഹാരമുണ്ടെങ്കിൽ, വിശക്കുമ്പോൾ ആഹരിക്കാൻ ഭക്ഷണമുണ്ടെങ്കിൽ എനിക്ക് പൊന്നും പണത്തിൻ്റെ ആവശ്യമൊന്നുമില്ല എന്ന് പറഞ്ഞു. ഈ രാജാവിനോട് മറുപടി പറയുമ്പോൾ അയാൾ പറഞ്ഞു, കുഴപ്പമില്ല, നിന്നേക്കാൾ ദരിദ്രനാരെങ്കിലും കാണുമ്പോൾ അവർക്ക് കൊടുത്തേക്ക്. ഞാൻ എന്തായാലും വലിയൊരു ലക്ഷ്യവുമായി പോവുകയാണ്. പോകുന്ന വഴിക്കൊരു പുണ്യമേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. പോകുന്ന കാര്യങ്ങളെല്ലാം വിജയകരമായി നടപ്പിലാകണം. എങ്ങോട്ടാ പോകുന്നത്? അടുത്ത രാജ്യം കൂടി കീഴടക്കണം എനിക്ക്, അതിനു വേണ്ടിയാ പോകുന്നത്. അതുകൊണ്ട് എന്നാലും നീ ഇത് പിടിക്ക്, നിനക്ക് വേണ്ടെങ്കിൽ നിന്നേക്കാൾ ദരിദ്രനായ ഒരാൾക്ക് കൊടുക്കാൻ. ആ മനുഷ്യൻ ആ ദരിദ്രൻ ഇത് തിരിച്ച് രാജാവിനെ കൊടുത്തിട്ട് പറഞ്ഞു, താങ്കളുടെ കയ്യിൽ ഇരിക്കട്ടെ, ഇത് താങ്കളെക്കാൾ ദരിദ്രനായ ഒരാളെ ഞാൻ ഇനി കാണാൻ സാധ്യതയില്ലെന്ന്. ഒരു രാജ്യമുണ്ടായിട്ടും അടുത്ത രാജ്യം കൂടി കീഴടക്കാൻ പോകുന്ന താങ്കളെക്കാൾ ദരിദ്രനായിട്ട് ഈ രാജ്യത്ത് വേറെ ആരും ഉണ്ടാവില്ല, ഇത് താങ്കൾ എന്നെ വെച്ചുവെക്ക് നിറയട്ടെ എന്ന്. ഇത് ഈ അവസ്ഥയാണ് നമുക്കുള്ളത്. നമുക്കുള്ളതിൽ തൃപ്തിപ്പെടാൻ കഴിയാതെ വരുമ്പോൾ നമുക്ക് അല്ലാഹ് ചെയ്ത നിഅമത്തുകൾക്ക് വിലയില്ലാതെ